ഗൾഫിലെ യാത്രയുടെ ഭാവിയെക്കുറിച്ച് ചിത്രത്തിലെ പ്രധാന പ്രഖ്യാപനം സത്യവും കൃത്യവുമാണ്. ചിത്രം പറയുന്നു, ഗൾഫ് യാത്ര ഇപ്പോൾ ഒറ്റ വിസയിലാണ്. ഏകീകൃത ടൂറിസ്റ്റ് വിസ ഉടൻ പ്രാബല്യത്തിൽ വരും. ഔദ്യോഗിക റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ച ഈ സംരംഭത്തിന്റെ നിലവിലെ സ്ഥിതി ഇതാ. അംഗീകാരം: ഗൾഫ് സഹകരണ കൗൺസിൽ (ജിസിസി) അംഗരാജ്യങ്ങൾ സൗദി അറേബ്യ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ. ജിസി ഗ്രാൻഡ് ടൂറിസ്റ്റ് വിസ എന്നറിയപ്പെടുന്ന ഏകീകൃത ടൂറിസ്റ്റ് വിസ ഔദ്യോഗികമായി അംഗീകരിച്ചു. പ്രവർത്തനക്ഷമത: യൂറോപ്പിലെ ഷെൻജൻ വിസ പോലെ ഇത് പ്രവർത്തിക്കും. സന്ദർശകർക്ക് 6 ജിസി രാജ്യങ്ങളിലേക്കും ഒറ്റ എൻട്രി പെർമിറ്റിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ അനുവദിക്കുന്നു. ഓരോ രാജ്യത്തിനും പ്രത്യേക വിസകളുടെ ആവശ്യകത ഇല്ലാതാക്കുന്നു. നടപ്പാക്കൽ സമയരേഖ: പൂർണ്ണമായ ലോഞ്ച് തീയതി ഇതുവരെ നിശ്ചയിച്ചിട്ടില്ലെങ്കിലും ഈ സംരംഭം മുന്നോട്ടു പോകുന്നു. 2025 നാലാം പാദത്തോടെ ഒരു പൈലറ്റ് ഘട്ടം ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പൈലറ്റ് വിജയകരമായി പൂർത്തിയാക്കിയതിനു ശേഷം 6 രാജ്യങ്ങളിലും പൂർണ്ണമായി നടപ്പിലാക്കും. ഉൾപ്പെടുന്ന രാജ്യങ്ങൾ പരസ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ വിസ 6 ജിസി രാജ്യങ്ങളെയും ഉൾക്കൊള്ളും: ബഹ്റൈൻ, സൗദി അറേബ്യ, കുവൈറ്റ്, ഖത്തർ, ഒമാൻ, അതിനാൽ ഗൾഫിലേക്കുള്ള ഏകീകൃത വിസ ഉടൻ വരുമെന്ന പ്രധാന സന്ദേശം ശരിയാണ്. ഗ്രാഫിക്കിൽ കാണിച്ചിരിക്കുന്ന തീയതി 07 ഒക്ടോബർ 2025. 2025 അവസാനത്തോടെ പ്രതീക്ഷിക്കുന്ന പൈലറ്റ് ഘട്ടം റോളൌട്ടിന്റെ സമയപരിധിയുമായി പൊരുത്തപ്പെടാൻ സാധ്യതയുണ്ട്.